നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഇലക്ട്രോണിക് ഡിവൈസസിൽ നമ്മൾ മെയിനായിട്ട് സെമി കണ്ടക്ടർ ഡിവൈസസുകളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റേഴ്സും അതിൻ്റെ കുറച്ച് കോമ്പിനേഷൻ റെസിസ്റ്റേഴ്സ് സർക്യൂട്ടുകളൊക്കെ നോക്കി. അതെങ്ങനെയാണ് സിമെട്രിക് നെറ്റ്വർക്ക് നമ്മൾ ഈസിലി സോൾവ് ചെയ്യുന്നതെന്ന് അതിൻ്റെ കുറച്ച് മെത്തേഡുകളാണ് നമ്മൾ നോക്കിയത്. ഇതിനകത്ത് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് സെമി കണ്ടക്ടർ ഡിവൈസുകളാണ്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എല്ലാവരും നേരത്തെ തന്നെ നമ്മൾ ഈ ഡിവൈസുകളൊക്കെ നോക്കിയിട്ടുള്ളതാണ്. ഡയോഡ്, ട്രാൻസിസ്റ്റർ അതുപോലത്തെ ഡിവൈസുകളാണ് നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസുകൾ എന്ന് പറയുന്നത്. അതായത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ വെച്ചുകൊണ്ടുള്ള ഡിവൈസുകളാണ് നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ സെമി കണ്ടക്ടർ ഡിവൈസാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുകളും സെമി കണ്ടക്ടർ ഡിവൈസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, എല്ലാ മെറ്റീരിയലുകളും. ഓക്കെ, സോ ഇതിൻ്റെ ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റൽ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിയാം, കണ്ടക്ടിവിറ്റി അനുസരിച്ച് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അറിയാം. അത് ഇൻസുലേറ്റർ ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്. നമുക്കറിയാം ഇൻസുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അതിൻ്റെ ബാൻഡ് ഡയഗ്രാം വെച്ചിട്ട് നമുക്കറിയാം അതിൻ്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. അതിന് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ബാൻഡ് ഗ്യാപ്പാണ്. സോ നോർമലി കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിനാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ നമ്പർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. നമുക്കറിയാം മെറ്റൽസിലൊക്കെ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്ററിൽ നമുക്കറിയാം, ഇൻസുലേറ്ററിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്രോക്സിമേറ്റ്ലി 5 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെയാണ്, അതിന് മേലെയൊക്കെയാണ് വരിക. അപ്പം നോർമൽ ടെമ്പറേച്ചറിലോ നോർമൽ എനർജിയിലോ ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിലും കണ്ടക്ഷൻ ബാൻഡിൽ എത്താനുള്ള എനർജി കിട്ടില്ല. അപ്പം അത്രയും ഒരു ഹൈ എനർജി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റുള്ളൂ. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് മാത്രമാണ് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുള്ളൂ, ആ മെറ്റീരിയലിലൂടെ ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടർ, this conduction band and valence band energy gap is comparatively low. കമ്പാരിറ്റീവ്ലി ലോ എന്ന് പറയുന്നത് ഏകദേശം 1 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു നോർമൽ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് ഒരു ടെമ്പറേച്ചറോ അതുപോലത്തെ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലൈറ്റോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ, അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് ആണ് എന്ന് പറയുന്നു. അപ്പം കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടും. ഓക്കെ, അതാണ് ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മൾ സ്കൂൾ ലെവലിലോട്ട് പഠിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിൽ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ. ഓക്കെ, വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ സെമി കണ്ടക്ടറിനൊക്കെ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണുള്ളത്. 4 ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം സിലിക്കൺ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സിലിക്കൺ ആറ്റത്തിലെ 3rd ഷെല്ലാണ് അതിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ജർമ്മനി ആകുമ്പോൾ അതിൻ്റെ 4th ഷെല്ലാണ് അതിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം 1s2 2s2 2s2 2p6 3s2 3p6 ഇല്ല, 3p2 വരെ ഉള്ളൂ. അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് 3rd ഷെല്ല്, 2nd ഷെല്ല്, 1st ഷെൽ. ഓക്കെ, ഇതാണ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. വാലൻസ്. അപ്പം സാധാരണ വൈവയ്ക്കൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വൈ സിലിക്കൺ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെമി കണ്ടക്ടർ ദാൻ ജർമ്മേനിയം. സാധാരണ സിലിക്കൺ ഉണ്ട്, ജർമ്മേനിയം ഉണ്ട്, പിന്നെയും 4 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ള വേറെയും 4th ഗ്രൂപ്പ് എലമെൻസുകളുണ്ട്. വൈ സിലിക്കൺ ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്? അതിന് 2 ആസ്പെക്റ്റുകളാണുള്ളത്. ഒന്ന് എക്കണോമിക് ആസ്പെക്റ്റ് ആണ്. കാരണം സിലിക്ക എന്ന് പറയുന്നത് നമ്മൾ മണലിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയലാണ് സിലിക്കൺ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് അബണ്ടൻറ്റ് ഇൻ നേച്ചറിൽ അബണ്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ സെക്കൻഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ്. അതാണ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. വൈവിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിലിക്കണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3rd ഷെല്ലിലാണ് ഉള്ളത്, ജർമ്മേനിയത്തിൻ്റെ 4th ഷെല്ലിലാണുള്ളത്. അതുകൊണ്ട് എന്താണ് പ്രശ്നം വരിക?
അപ്പോൾ തേർഡ് ഷെല്ലിലാവുമ്പോൾ ന്യൂക്ലിയസുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്, കൂടുതൽ ബൗണ്ട് ആണ്. ജർമ്മേനിയത്തിൻ്റെ ഫോർത്ത് ഷെല്ലിലായതുകൊണ്ട് ന്യൂക്ലിയസിൽ നിന്ന് കുറച്ചുകൂടെ അകലെയാണ്, നെക്സ്റ്റ് ലെവലിലാണ്. അപ്പം അതിൻ്റെ ആ ബൗണ്ടിങ് എനർജി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ ബൗണ്ടിങ് എനർജി വളരെ കുറവായതുകൊണ്ട് എന്താണ് സംഭവിക്കുക, ജർമ്മേനിയത്തിൻ്റെ ബൗണ്ടിങ് എനർജി കുറവായ കാരണം ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ഇൻഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ ഒരു ജർമേനിയം മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു ഡിവൈസ്, ഡയോഡോ ട്രാൻസിസ്റ്ററോ ഏത് ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം അത് ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റി മാറും. കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എല്ലാം ചേഞ്ച് ചെയ്യും. അതായത് നമ്മളിപ്പം ഒരു ഡിവൈസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഫ്രിക്കൻ കൺട്രീസ് ആണെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഏഷ്യൻ കൺട്രീസ് ആണെങ്കിലും അത് ഒരുപോലെ തന്നെ പെർഫോം ചെയ്യണം, അല്ലേ? അത് ഒരുപോലെ തന്നെ വർക്ക് ചെയ്യണം. പക്ഷേ ഇവിടെയൊക്കെ ടെമ്പറേച്ചറൊക്കെ വേരി ചെയ്യും. ആ ടെമ്പറേച്ചർ വേരിയേഷൻ അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിലിക്കൺ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ കൂടുതൽ കോമൺലി ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ വേറൊരു ലെവലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ എനർജി ഗ്യാപ്പിൻ്റെ ലെവലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കൺ മെറ്റീരിയലിൽ നമ്മൾ ബാൻഡ് ഡയഗ്രത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാൻഡ് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കൺ എന്ന് പറയുന്നത് അതിൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 1.12 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും വരിക. ദിസ് ഈസ് വാലൻസ് ഷെൽ, ഇത് വാലൻസ് ബാൻഡ് ആണെന്ന് വിചാരിക്കും, ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, നോർമലി absolute zero എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ്, ഓൾ ദി ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദി വാലൻസ് ബാൻഡ്. അപ്പോൾ നമ്മൾ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് ആക്സിൽ ഞാൻ എനർജിയാണ് വരച്ചിരിക്കുന്നത്. ഇത് തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, EG എന്ന് പറയുന്നത് എനർജി ഗ്യാപ്പാണ്. എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.12 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും വരിക ഫോർ സിലിക്കൺ മെറ്റീരിയൽ. ഫോർ ജർമേനിയം ആണെങ്കിൽ ഈ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.72 ഇലക്ട്രോൺ വോൾട്ട്, ആ ഒരു ലെവലിലായിരിക്കും ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. കുറച്ച് എനർജി മതി കണ്ടക്ഷൻ ബാൻഡിലേക്ക് ബാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് പുൾ ഔട്ട് ചെയ്ത് വരാനായിട്ട്. ഈ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അത് മാത്രമാണ് മൂവ് ചെയ്യത്തുള്ളൂ. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എല്ലാം കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ് ആണ്, അത് മൂവ് ചെയ്യത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ സിലിക്കൺ ഈസ് മോസ്റ്റ് കോമൺലി പ്രിഫേർഡ്. ഈ ഗ്യാപ്പ് കൂടുതലായ കാരണം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി അതിന് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ ഇത് ഞാൻ ഏറ്റവും ഫണ്ടമെൻ്റൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ അതിനേക്കാൾ കൂടുതൽ അറിയാം എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു പോയിരുന്നു. ഓക്കെ, ഇനി ഇതിനെല്ലാം സെമി കണ്ടക്ടറിനെല്ലാം ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത് ഒരു +4 and 4 electrons. So these atoms become neutral. ഈ +4 എന്ന് എഴുതിയിരിക്കുന്നത് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് എക്സെപ്റ്റ് വാലൻസ് ഇലക്ട്രോൺ ആണ്. എക്സെപ്റ്റ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1s2 2s2 2p6 3s2 എന്ന് പറയുന്നത് 3s2 ഇല്ല, 3s2 3p2 ആണ് ഈ വരച്ചിരിക്കുന്നത്, ഈ 4 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് +4 എന്ന് ഇട്ടേക്കുന്നത്. +4 പ്ലസ് ഈ 4 ഇലക്ട്രോണോട് കൂടുമ്പോൾ ഈ ആറ്റം ന്യൂട്രലായി. ഓക്കെ, ഈ +4 എന്ന് ഇട്ടേക്കുന്നത് ന്യൂക്ലിയസ് ആൻഡ് ഓൾ ദി ഇലക്ട്രോൺ എക്സെപ്റ്റ് വാലൻസ് ഇലക്ട്രോൺസ് ആണ്. സോ അതിൻ്റെ നൈബറിങ് 4 atoms. So these are the neighboring 4 atoms. These are the neighboring 4 atoms. So ഇത് സാധാരണ ഇത് ചെയ്യുന്ന 8 ഇലക്ട്രോൺസ് വേണം ഇതിൻ്റെ വാലൻസ് ഷെല്ല്. കാരണം 3s2 3p6 ഇല്ല, 3p2 ആണുള്ളൂ. അപ്പോൾ 3p6 ആക്കാനായിട്ട് ഇത് 4 ഇലക്ട്രോൺസ് ഇതിൻ്റെ വാലൻസ് ഷെല്ലിൽ വേണം. സോ 4 ഇലക്ട്രോൺസ് ആക്കാനായിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നൈബറിങ് 4 ആറ്റം ആയിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത് ഈ ആറ്റം ഈ നൈബറിങ് ആറ്റമായിട്ട് ഷെയർ ചെയ്യും. സോ ദിസ് ഷെയറിങ് ഈസ് കോമൺലി നോൺ ആസ് കോവാലന്റ് ബോണ്ട്. ഈ ഷെയറിങ്ങിനെയാണ് ബോണ്ടിനാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലൊക്കെ വളരെ സ്ട്രെങ്ത് ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, കൂടുതൽ എനർജി കൊടുക്കുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട്
ഈ ഇലക്ട്രോൺസ് പുൾ ഔട്ട് ആവും. ഓക്കെ, നമ്മളിപ്പം കണ്ടക്ഷൻ ബാൻഡിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഇലക്ട്രോൺ പുൾ ഔട്ട് ആയിട്ട് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് പുൾ ഔട്ട് ആയിട്ട് ഈ ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു വേക്കൻസി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ വേക്കൻസി ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഓർ വേക്കൻസി ഓർ ഡിസയർ ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പുൾ ഔട്ട് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇലക്ട്രോൺ ഇസ് ബിക്കം ഫ്രീ ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ ദർ ഇസ് എ വേക്കൻസി ഓഫ് ഇലക്ട്രോൺ വരും. ഈ വേക്കൻസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഹോൾ എന്ന് പറയുന്നത് അപ്പം ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. സോ ഹോളിന് നമ്മളൊരു പോസിറ്റീവ് ചാർജ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേക്കൻസി ഓഫ് ഇലക്ട്രോൺസ് ഇത് വാലൻസ് ഷെല്ലാണ്. അപ്പം ശരിക്കും ഹോളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഹോളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇലക്ട്രോൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക്, ഇപ്പം ഇവിടെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ എന്താണ് ഒരു നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഒരു ഇലക്ട്രോൺ നേരെ ഇവിടെ വന്ന് ജമ്പ് ചെയ്തിരിക്കും സത്യത്തിൽ. അപ്പോൾ അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ വരും. അപ്പോൾ അങ്ങനെ ജമ്പ് ചെയ്ത് ഹോൾ മൂവ് ചെയ്യുന്നതിന് സത്യത്തിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഹോളിൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ ഹോൾ മൂവ്മെൻ്റ് എന്ന് സാധാരണ പറയും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളൊരു എക്സ്ട്രാ മെറ്റീരിയൽ, ഇത് പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലിന് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. സോ രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ഫോമിനാണ്. എക്സ്ട്രാ മെറ്റീരിയൽ ഒന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രാ മെറ്റീരിയൽ ഉള്ള സെമി കണ്ടക്ടർ. ഓക്കെ, ഈ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതിൻ്റെ കണ്ടക്ടിവിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്ത് കഴിയുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോപ്പിങ്ങിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ജനറലി 2 ടൈപ്സ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാം. ട്രൈവാലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ള ഇമ്പ്യൂരിറ്റിനെയാണ് നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് N ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ഓക്കെ, ഡോപ്പിംഗ് വിത്ത് പെൻറ്റാവാലൻ്റ്. അപ്പോൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്കിപ്പം +5 5 ഇലക്ട്രോൺസ് ഉണ്ട്, നമുക്കൊരു എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ റിമൈനിങ് ബാക്കിയുള്ള 4 ഇലക്ട്രോൺസ് ഒക്കെ അതുപോലെ തന്നെ ഇരിക്കും. ബാക്കിയുള്ള സിലിക്കൺ മെറ്റീരിയൽ ഇത് മാത്രമാണ് ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്. ലൈക്ക് ഫോസ്ഫറസ് പോലെയുള്ള മെറ്റീരിയലാണ് ഈ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഷെയർ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇവിടെ ബാക്കി വരും. ആ എക്സ്ട്രാ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റും, കാരണം അത് ഫ്രീ ഇലക്ട്രോണാണ്. അപ്പോൾ ഈച്ച് ഡോപ്പിങ്ങിൽ ഈച്ച് ആറ്റം പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രീ ഇലക്ട്രോൺസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് P ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും. സോ ദിസ് മെറ്റീരിയൽ ഈസ് N ടൈപ്പ് ബിക്കോസ് ദിസ് ഈസ് ഇലക്ട്രോൺസ് കൂടുതലുള്ള മെറ്റീരിയലാണ്. ഇലക്ട്രോൺസ് കൂടുതലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് നെഗറ്റീവ് മെറ്റീരിയൽ ആയിട്ട് പറയാൻ പറ്റും. സോ ദിസ് ഈസ് N ടൈപ്പ് മെറ്റീരിയലാണ്. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഫോസ്ഫറസ് പോലെയുള്ള മെറ്റീരിയൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് N ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ആൻഡ് ഓൾസോ വി ക്യാൻ ഹാവ് P ടൈപ്പ് സെമി കണ്ടക്ടർ.
അപ്പം ഈ ടൈപ്പ് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഡോണർ എന്നാണ് പറയുക. ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുക. കാരണം ഇത് ഡൊണേറ്റ് 1 ഇലക്ട്രോൺ, ഇറ്റ് വിൽ ഡൊണേറ്റ് 1 ഫ്രീ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന കാരണം ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് നമ്മൾ സാധാരണ പറയുക. ഓക്കെ, സോ വി ക്യാൻ ഹാവ് പി ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ബോറോൺ പോലത്തെ മെറ്റീരിയൽ. ഓക്കെ, അതിന് അക്സെപ്റ്റർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി എന്നാണ് പറയുക. അക്സെപ്റ്റർ ടൈപ്പ് അതിന് 3 ഇലക്ട്രോൺസ് ആണ്, 3 ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പം 3 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ ഉള്ള കാരണം അതിനകത്ത് ഇപ്പം +3 3 ഇലക്ട്രോൺസേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ നൈബറിങ് ആറ്റമൊക്കെ സിലിക്കൺ ആറ്റമാണ്, അതിനൊക്കെ 4 ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെല്ലിലുണ്ട്. ഞാനിനി പി എൻ ജംഗ്ഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. So this is there is a vacancy of electron to complete this covalent bond, and this vacancy, so ഇവിടെ ബോണ്ട് ഉണ്ടായിട്ടില്ല, ഈ വേക്കൻസിനെയാണ് ഹോൾ എന്ന് പറയുന്നത്. ആ ഹോളിന് ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഞാൻ പറഞ്ഞു വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അക്സെപ്റ്റർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി. അതായത് എപ്പോഴും അതിന് ഒരു അക്സെപ്റ്റൻസ് ആയിരിക്കും, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ഈ അക്സെപ്റ്റർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി എന്ന് പറയും. ഓക്കെ, സോ വി ക്യാൻ ഹാവ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമികണ്ടക്ടർ. വെനെവർ ദർ ഈസ് എ combination of p type and n type semiconductor, or there is a junction between p and n, there is a pn junction, or it is generally termed as pn junction diode. അപ്പോൾ ഒരു പി ടൈപ്പ് സെമികണ്ടക്ടറും എൻ ടൈപ്പ് സെമികണ്ടക്ടറും ജോയിൻ ടുഗദർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഡിവൈസിനെയാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ ഒരു സെമികണ്ടക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. ആ സെമികണ്ടക്ടർ ഡയോഡ് ഈ ജംഗ്ഷനുകളാണ് എല്ലാ ഇലക്ട്രോണിക്സ് ഡിവൈസസിൻ്റെയും ഹാർട്ട് ഓഫ് ദി സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം എല്ലാ സർക്യൂട്ടിലും തന്നെ ഒരു പി എൻ ജംഗ്ഷൻ കാണും. ഒരു പി ടൈപ്പും ഒരു എൻ ടൈപ്പ് സെമികണ്ടക്ടറും ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാലും മോസ്ഫെറ്റ് എടുത്തു കഴിഞ്ഞാൽ FET എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഇലക്ട്രോണിക്സ് ഡിവൈസ് സെമികണ്ടക്ടർ ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് 99.9% ഡിവൈസുകളിലും ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു പി എൻ ജംഗ്ഷൻ, നോർമൽ ഒരു പി എൻ ജംഗ്ഷനാണ് നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡയോഡ് തൊട്ടിട്ടാണ് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇതിനകത്തിട്ട് കിടക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ തന്നത്. സോ വി ക്യാൻ ഹാവ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ എന്താണ് പി ടൈപ്പ്, എന്താണ് എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് മനസ്സിലായി നമുക്ക്. അപ്പോൾ ഒരു പി ടൈപ്പ് സെമികണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്നത് എന്തൊക്കെയായിരിക്കും? ഒരു ഹോൾ ഉണ്ടാവും. നമ്മളൊരു പി ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താണ്. എപ്പോഴൊക്കെ ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു അപ്പോഴൊക്കെ അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഡിസയർ ഓഫ് ഇലക്ട്രോൺസ്, ബിക്കോസ് ദർ ഈസ് ആൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ് ടു ഫിൽ ദ കോവാലൻ്റ് ബോണ്ട്. ഓക്കെ, so consider there is a p type material and n type material is there. Okay, അപ്പോൾ ഈ പി ടൈപ്പ് മെറ്റീരിയലിൽ ഒരു ഹോൾ ഉണ്ടാവും. റിമൈനിങ് ആയിട്ടുള്ളതിനെ ഞാൻ പറയുന്നത് ഒരു നെഗറ്റീവ് ഇമ്മൊബൈൽ അയൺ ആയിട്ടാണ്. അപ്പോൾ പി ടൈപ്പ് സെമികണ്ടക്ടർ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്മൊബൈൽ അയൺ വിത്ത് ഹോൾ. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഇമ്മൊബൈൽ അയൺ ആയത്? നെഗറ്റീവ് ഇമ്മൊബൈൽ അയൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ആവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയിൽ 3 ഇലക്ട്രോൺസേ അതിനകത്ത് ഉള്ളൂ. ബാലൻസിനകത്ത് 3 ഇലക്ട്രോൺസേ ഉള്ളൂ. അതിനകത്ത് ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ആ ഡെഫിഷ്യൻസിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് ചാർജ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജോടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4 ഇലക്ട്രോൺസ് ആവും. ഓക്കെ, അതുപോലെ എൻ ടൈപ്പിൽ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവ് ഇമ്മൊബൈൽ അയൺ വിത്ത് ഇലക്ട്രോൺ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഇതൊക്കെ ഡോപ്പിംഗ് ആറ്റം മാത്രമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസിഡർ പോസിറ്റീവ് ഇമ്മൊബൈൽ അയൺ വിത്ത് ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ ആ ആറ്റം ന്യൂട്രലായി. ഈ ആറ്റം ന്യൂട്രലായി. ഇപ്പം പോസിറ്റീവ് പ്ലസ് ഇലക്ട്രോണോടെ ആയി കഴിയുമ്പം അത് ന്യൂട്രലായി. ഒരു പോസിറ്റീവ് ഉള്ളൂ, കാരണം ഒരു ആറ്റാണ്, എക്സ്ട്രാ ആറ്റാണ് ഉള്ളത്. കാരണം നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഞാൻ ഡോപ്പിംഗ് ആറ്റത്തിനെ മാത്രമാണ് വരച്ചിട്ടുള്ളൂ ഇതിനകത്ത്. ഇങ്ങനെയാണ്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ഒരു പി ടൈപ്പും എൻ ടൈപ്പോടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ ഒരു ഇലക്ട്രോൺ വരുന്നോ അപ്പോഴൊക്കെ ഇവിടെ ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് ദീസ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഇത് റീകമ്പൈൻ ചെയ്യും. ഈ ഇലക്ട്രോൺസിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കും. ഇത് ആക്ച്വലി സംഭവിക്കുന്നത് നമ്മൾ ബാൻഡ് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഇവിടെ വാലൻസ് ഷെല്ലാണ്. ദിസ് ഈസ് വാലൻസ് ബാൻഡ്, ദിസ് ഈസ് കണ്ടക്ഷൻ ബാൻഡ്. സോ ഒരു ഇലക്ട്രോൺ കറക്റ്റായിട്ട് പൊസിഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് റീകോമ്പിനേഷൻ വരും ബൈ റിലീസിങ് ആൻ എമൗണ്ട് ഓഫ് എനർജി. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു എനർജി റിലീസ് ആവുന്നുണ്ട്. എപ്പോഴേക്കും ഒരു ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്തു അപ്പോഴേക്കും ഒരു എനർജി റിലീസ് ആവുന്നുണ്ട്. ഇപ്പം നോർമൽ ഡയോഡിൽ ഈ എനർജി റിലീസ് ആവുന്നത് ഹീറ്റായിട്ടാണ് റിലീസ് ആവുന്നത്. ഓക്കെ, നോർമൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഡയോഡോ ജർമ്മനിയൻ ഡയോഡോ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പുള്ള ഡയോഡുകളൊക്കെ ആണെങ്കിൽ, സെമി കണ്ടക്ടറുകളാണെങ്കിൽ ഒരു എനർജി റിലീസ് ചെയ്യുന്നത് ഹീറ്റായിട്ടാണ് ഡിസിപ്പേറ്റ് ചെയ്യുക. ബട്ട് ഇൻ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ, എനർജി റിലീസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫോട്ടോൺ ആയിട്ടാണ് റിലീസ് ചെയ്യുക. ഫോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടം, അതായത് ഒരു എമൗണ്ട് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഐദർ ഇറ്റ്സ് വിസിബിൾ ലൈറ്റ് ഓർ IR, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരു അതിൻ്റെ വേവ് ലെങ്ത്, അതിൻ്റെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇപ്പോൾ ഈ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E2 ആണെന്ന് വിചാരിക്കുക, എനർജി E1 ആണെന്ന് വിചാരിക്കുക, ഈ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് H2 ആണെന്ന് വിചാരിക്കുക. സോ E2 മൈനസ് E1 എന്ന് പറയുന്നത് H2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ H. E2 മൈനസ് E1, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് മെറ്റീരിയലിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ മെറ്റീരിയലിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഒരു വിസിബിൾ ലൈറ്റിലാണ് ഈ എനർജി വരുന്നതെങ്കിൽ നമുക്ക് വിസിബിൾ ഒരു ഫോട്ടോൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം എപ്പോഴൊക്കെ ഒരു റീകോമ്പിനേഷൻ ഉണ്ടാവുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു എനർജി റിലീസ് ആവുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടത്തുക. അപ്പോൾ നിയർ ദ ജംഗ്ഷൻ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ജംഗ്ഷൻ ഡയോഡ്, നിയർ ദ ജംഗ്ഷൻ ഈ ഇവിടെ ഒരു ഇലക്ട്രോണും ഹോളും ഉണ്ട്, ഇത് റീകമ്പൈൻ ചെയ്യും. അപ്പോൾ ഇത് റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ എനർജി വിൽ റിലീസ് ആൻഡ് ഇലക്ട്രോൺ ഹോൾ റീകമ്പൈൻ ചെയ്യും, എനർജി വിൽ റിലീസ്. ഇലക്ട്രോൺ ഹോൾ റീകമ്പൈൻ ചെയ്യും, എനർജി വിൽ റിലീസ്. ഓക്കെ, സോ ഈ എനർജി നമുക്ക് റിലീസായി പോകും. അപ്പം വൺസ് ഈ എനർജി റിലീസായി കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസും ഹോൾസും, ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടാവത്തില്ല. So near the junction there will be no free electrons and holes. അപ്പോൾ ഇതെല്ലാം റീകമ്പൈൻ ചെയ്ത് എല്ലാം തന്നെ പോയി. അപ്പോൾ നിയർ ദ ജംഗ്ഷൻ ഓൺലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മൊബൈൽ അയൺസേ ഉള്ളൂ. സോ ദിസ് റീജിയൻ നിയർ ദ ജംഗ്ഷൻ ഈസ് നോൺ ആസ് ഡിപ്ലീഷൻ റീജിയൻ. എന്തുകൊണ്ടാണ് ഇതിനെ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്? ചാർജസ് ആർ ഡിപ്ലീറ്റഡ് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ. ചാർജസ് ഇല്ലാത്ത ഡിപ്ലീറ്റ് ചെയ്ത റീജിയനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായി നിയർ ദ ജംഗ്ഷൻ. ഇത് ജംഗ്ഷൻ ആണ്, നിയർ ദ ജംഗ്ഷനിൽ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായി. സോ ദർ വിൽ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മൊബൈൽ അയൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ഡ്യൂ ടു ദിസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മൊബൈൽ അയൺ. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. ആ ഇലക്ട്രിക് ഫീൽഡിന് സ്ട്രെങ്ത് ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫർദർ റീകോമ്പിനേഷൻ, ഇവിടെ ഇലക്ട്രോൺസും ഹോൾസും ഉണ്ട്, അത് ഫർദർ റീകോമ്പൈൻ ചെയ്യാനായിട്ട് തടയും. This will be acted, this depletion region will be acted as a restraining force.
ഫോർ ഫർദർ റീകോമ്പിനേഷൻ. റീസ്ട്രെയിനിങ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും ഫർദർ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷന്. അപ്പം ഒരു നോർമൽ ഡയോഡ് കൺസിസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നിയർ ദ ജംഗ്ഷനിലെ ഇലക്ട്രോൺസ് ഹോൾസ് റീകമ്പൈൻ ചെയ്ത് അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. ആ ഡിപ്ലീഷൻ റീജിയനിൽ ഡ്യൂ ടു ദിസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മൊബൈൽ ആയ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ഫർദർ റീകോമ്പിനേഷൻ ഇലക്ട്രോൺ ഹോളിന്റെ റീകോമ്പിനേഷൻ റീസ്ട്രെയിൻ ചെയ്യും. അപ്പോൾ ആ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് അനുസരിച്ചായിരിക്കും ഫർദർ റീകോമ്പിനേഷൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ഡയോഡിൽ സിലിക്കൺ ഡയോഡിലൊക്കെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. സോ ദർ ഈസ് എ വോൾട്ടേജ് ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഫോർ സിലിക്കൺ ഡയോഡ്. ജർമ്മേനിയൻ ഡയോഡിൽ ഈ ഇതിന് 0.35 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 0.4 ഇലക്ട്രോൺ വോൾട്ടൊക്കെ ആയിരിക്കും ഈ കട്ടിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിനെ അറിയുന്ന ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കട്ടിൻ വോൾട്ടേജ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരുകളിലും ഇത് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ സിലിക്കൺ ഡയോഡിൽ 0.7 വോൾട്ടേജ് ആയിരിക്കും ഈ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിന്റെ വെച്ചിട്ടുള്ള ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന 0.7 വോൾട്ടേജ് ആയിരിക്കും. ജർമ്മനിയത്തിൽ 0.3 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഒരു നോർമൽ ഡയോഡ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നിയർ ദി ജംഗ്ഷൻ ഫ്രീ ഇലക്ട്രോൺസും ഫ്രീ ഹോൾസും ഒന്നും ഉണ്ടാവില്ല. അവിടെ പോസിറ്റീവ് നെഗറ്റീവ് മൊബൈൽ ആയതുകൊണ്ട് ഒരു ഡിപ്ലീഷൻ റീജിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഡിപ്ലീഷൻ റീജിയനിൽ ഒരു കട്ടിൻ വോൾട്ടേജും ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ദ നോർമൽ ഡയോഡിന്റെ വെറുതെ ഇരിക്കുമ്പോൾ അൺബയാസ്ഡ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ നോർമൽ ഡയോഡ് എന്ന് പറയുന്നത് ഒരു റെക്ടിഫയർ ഡയോഡായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഡയോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു എ സിനെ ഡി സി ആക്കാനുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിനാണ് നമ്മൾ സാധാരണ ഈ ജംഗ്ഷൻ ഡയോഡ്, സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോർമൽ ഡയോഡ് എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. റെക്ടിഫയർ ആയിട്ടാണ്. അപ്പോൾ നോർമൽ ഡയോഡിന് റെക്ടിഫയർ ഡയോഡ് എന്നും പറയാറുണ്ട്, സെമി കണ്ടക്ടർ ഡയോഡിന്. അപ്പോൾ റെക്ടിഫയർ ഡയോഡ് എന്ന് പറയുന്നത് എ സിനെ ഡി സി ആക്കുന്നതിനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എ സിനെ ഡി സി ആക്കും. അപ്പോൾ എ സി എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ബോത്ത് പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാവും, നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഇതിന് ഡി സി എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ടാണ്. ഇപ്പം ഒരു 5 വോൾട്ട് പീക്ക് ടു പീക്ക് അല്ലെങ്കിൽ 10 വോൾട്ടേജ് പീക്ക് ടു പീക്ക് ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് അതിൻ്റെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു +5 വോൾട്ടേജ് ഒക്കെ കിട്ടാൻ പാകത്തിനുള്ളതാണ്. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മൾ റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെക്ടിഫയറിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു നോർമൽ ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ അലോ യൂണി ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ. അത് ഡയോഡിന്റെ സെമി കണ്ടക്ടർ ഡയോഡിന്റെ പ്രത്യേകതയാണ്. ഇറ്റ് വിൽ അലോ യൂണി ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ. ഇറ്റ് വിൽ അലോ ഓൺലി യൂണി ഡയറക്ഷണൽ, ഒരു ഡയറക്ഷനിൽ മാത്രമാണ് കറണ്ട് ഫ്ലോ അലോ ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് സൈക്കിൾ ഉണ്ട്. ഓൺലി ഇറ്റ് വിൽ അലോ, ഒരു ഡയോഡ് മാത്രമാണ് വെക്കുന്നതെങ്കിൽ ഓൺലി ഇറ്റ് വിൽ അലോ ഓൺലി പോസിറ്റീവ്, ഐദർ പോസിറ്റീവ് സൈക്കിൾ ഓർ നെഗറ്റീവ് സൈക്കിൾ മാത്രം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ബയാസിങ് ഓഫ് ദി ഡയോഡ്. അപ്പോൾ എന്താണ് ബയാസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡയോഡിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ രണ്ട് ടൈപ്പിൽ ബയാസ് ചെയ്യാം. അപ്പം ഞാനിപ്പം ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് ഉണ്ട്. ഇതിൽ നെഗറ്റീവ് മൊബൈൽ വയർ വിത്ത് ഹോൾസ് ആണുള്ളത്. ഞാൻ നിയർ ദ ജംഗ്ഷനിൽ ഹോൾസ് വരയ്ക്കാതിരുന്ന് അത് ഇനീഷ്യലി തന്നെ റീകമ്പൈൻ ചെയ്ത് പോയത് കാരണമാണ്.
So we can have some electrons. Okay, this is a BN junction diode. Its circuit symbolic representation എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. So this is P, this is N, and is represented by this. Okay, so this is like. So in P type, രണ്ട് ടൈപ്പ് നമുക്ക് ബയാസ് കാണാൻ പറ്റുക. either Pയിൽ നമുക്കൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം, Nയിൽ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി വേരിയബിൾ സപ്ലൈ ആണെന്ന് വിചാരിക്കുക. ഒരു വേരിയബിൾ എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട്, ഒരു ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ ഒരു പോസിറ്റീവാണ് നമ്മൾ പി ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവാണ് എൻ ടെർമിനലിലേക്ക് കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. ഈ ബയാസിങ്ങിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവിലേക്ക് പോസിറ്റീവും നെഗറ്റീവിലേക്ക് ഫോർവേഡ് ടൈപ്പ് ബയാസ്, നെഗറ്റീവ് എൻ ടൈപ്പിലേക്ക് എന്നും നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവും പി ടൈപ്പിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് ടൈപ്പ് ബയാസിംഗ് ആയി. അപ്പോൾ എന്താണ് ഫോർവേഡ് ടൈപ്പ് ബയാസിംഗ് സംഭവിക്കുക? ഇവിടെ ഒരു പോസിറ്റീവ് ആയ കാരണം ഇവിടെ ഹോളാണുള്ളത്, ഹോളിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ഹോൾ വിൽ ബി റിപ്പൽ. അപ്പോൾ ഇനീഷ്യലി ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ആ ഡിപ്ലീഷൻ റീജിയൻ ഞാനിപ്പോൾ സിലിക്കണിനാണെങ്കിൽ ഒരു 0.7 വോൾട്ടേജ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആയ കാരണം ഈ ഇലക്ട്രോൺസ് വിൽ ബി റിപ്പൽ, കാരണം സെയിം ചാർജ് വിൽ ബി റിപ്പൽ, ഇത് വിൽ റിപ്പൽ. അപ്പോൾ ഇത് റിപ്പൽ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് റിപ്പൽ ചെയ്യുമ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുകയാണ് ചെയ്യുന്നത്. വൺസ് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ വോൾട്ടേജ് കുറയും, ഈ ജംഗ്ഷനിലുള്ള വോൾട്ടേജ് കുറയും. കാരണം ഇവിടെ എത്രമാത്രം ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഉണ്ടോ അത്രമാത്രം വോൾട്ടേജ് ഇവിടെ ഉണ്ടാകും. കാരണം അത്രമാത്രം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇവിടെ ഉണ്ടാവും. ആ നെഗറ്റീവ് ചാർജസ് മൂലം ഒരു ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ ഫോർവേഡ് ടൈപ്പിൽ കൊടുക്കുന്നത്, ഈ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇങ്ങോട്ട് കിടക്കും തോറും ഈ ജംഗ്ഷൻ്റെ വിഡ്ത്ത് കുറയും, ജംഗ്ഷൻ്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കുറയും. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഡ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 0.7 വോൾട്ടേജ്, ഇത് എക്സ്റ്റേണൽ വോൾട്ടേജ് 0.7 വോൾട്ടേജ് ആയി കഴിയുമ്പോൾ എന്താണ്, ഈ വിഡ്ത്ത് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ഓഫ് ആവും. ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓഫ് ആവും, കട്ടാവും. ദെൻ ദർ വിൽ ബി നോ ഡിപ്ലീഷൻ റീജിയൻ. ഈ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു മതിൽ, ഒരു വാള് പോലെയാണ് നിൽക്കുക. ഫർദർ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഹോൾസ്, ഫ്രീ ഹോൾസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് റീസ്ട്രെയിൻ ചെയ്യുന്ന ഒരു വാള് പോലെയാണ് നിൽക്കുക. അപ്പം ആ വാളിൻ്റെ തിക്നെസ് കുറയ്ക്കുന്ന വോൾട്ടേജ് ആണ് എക്സ്റ്റേണൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അതിന് മേലെ ഒരു വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ദർ വിൽ ബി നോ ഡിപ്ലീഷൻ റീജിയൻ. സോ the holes and electrons can be easily moved. Because of this negative potential, these holes can be moved to this negative side. Because of this positive potential, these electrons can be moved. So large number of holes and electrons will be moved like this. So a large current flow will be start to flow through the diode. ഡയോഡിലൂടെ ഒരു ലാർജ് കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ അതൊരു XY ഡയറക്ഷനിൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ദിസ് ഈസ് ദ എക്സ്റ്റേണൽ വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് ദ കറണ്ട് ത്രൂ ദ ഡയോഡ്. അപ്പോൾ ഇനീഷ്യലി ദർ വിൽ ബി നോ കറണ്ട് വിൽ ബി വെരി മച്ച് സ്മോളർ ഓർ ലെസ്. വെൻ ഇറ്റ് റീച്ചസ് ടു 0.7 വോൾട്ടേജ്, ദറ്റ് ഈസ് കട്ട് ഇൻ വോൾട്ടേജ്, കറണ്ട് സ്റ്റാർട്ട് ടു ഷാർപ്പ്ലി ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ നോക്കും ആഫ്റ്റർ ദിസ് 0.7 വോൾട്ടേജ്. That 0.7 voltage is known as cut-in voltage. അപ്പോൾ കട്ട്-ഇൻ വോൾട്ടേജിന് ശേഷം നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് കറണ്ട് സ്റ്റാർട്ട് ടു ഇൻക്രീസ്, എക്സ്പൊണൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഫോർവേഡ് ബയാസ്. അപ്പോൾ ഫോർവേഡ് ബയാസിൽ നമ്മൾ ഒരു ഡയോഡിൻ്റെ, നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ ഈ ഡയോഡ് സ്വിച്ച് ആയിട്ടൊക്കെ ആക്ട് ചെയ്യും എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഡയോഡിൻ്റെ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡയോഡിൻ്റെ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചായിരുന്നു. കാരണം ഫോർവേഡ് ബയാസിൽ ഡയോഡ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. നമ്മൾ ഈ 0.7 വോൾട്ടേജ് എന്ന് പറയുന്നത് അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 0.7 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കട്ട്-ഇൻ വോൾട്ടേജിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫോർവേഡ് ബയാസിൽ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും. ലാർജ് കറണ്ട് ഫോർവേഡ് ബയാസിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ ഡയോഡിൽ
എന്താണ് ഒരു 0.7 വോൾട്ടേജിന് ശേഷം മാത്രമേ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് അല്ലെങ്കിൽ ഡയോഡ് ഒരു കണ്ടക്റ്റിംഗ് സ്വിച്ച് ആയിട്ട് അതിലൂടെ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യാൻ പാകത്തിനാവുള്ളൂ. 0.7 വോൾട്ടേജ് ഈ ബാരിയർ വോൾട്ടേജിന് ശേഷം മാത്രമേ പറ്റൂ. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിങ് ദിസ് ഫോർവേഡ് ബയാസ്. അപ്പോൾ നിങ്ങൾ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. ഇങ്ങനെയാണ് അത് ചാർജ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയോഡിൻ്റെ അപ്രോക്സിമേഷൻ നമ്മൾ സാധാരണ ഡയോഡ് സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് അപ്രോക്സിമേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഉണ്ട്, സെക്കൻഡ് അപ്രോക്സിമേഷൻ ഉണ്ട്, തേർഡ് അപ്രോക്സിമേഷൻ ഉണ്ട്. ഫസ്റ്റ് അപ്രോക്സിമേഷനിൽ ഫോർവേഡ് ബയാസിൽ ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ എന്നാണ് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ സ്വിച്ചിങ് ആപ്ലിക്കേഷനിൽ സ്വിച്ച് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിൽ ലാർജ് കറണ്ട് പോവും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഒരു കട്ടിൻ വോൾട്ടേജ് പോലും ഇല്ല. റിവേഴ്സ് ബയാസിൽ നെഗറ്റീവ് വി എന്ന് പറയുന്ന റിവേഴ്സ് ബയാസിൽ കറണ്ടാണ്. കറണ്ട് ഒരു കറണ്ട് പോലും ഫ്ലോ ചെയ്യില്ല. സീറോ കറണ്ട് വിൽ ബി ഫ്ലോ. ഇൻ ഫോർവേഡ് ബയാസിൽ എ ലാർജ് കറണ്ട് വിൽ ബി ഫ്ലോ. ഈവൻ ദർ വിൽ ബി നോ കട്ട് ഇൻ വോൾട്ടേജ്. ഇൻ ഫസ്റ്റ് അപ്രോക്സിമേഷൻ. ഇൻ സെക്കൻഡ് അപ്രോക്സിമേഷനിൽ ദർ വിൽ ബി എ കട്ട് ഇൻ വോൾട്ടേജ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ. ആൻഡ് സ്വിച്ചിങ് ആപ്ലിക്കേഷൻ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്ന ആഫ്റ്റർ എ കട്ട് ഇൻ വോൾട്ടേജിന് ശേഷം മാത്രമേ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേഷനിൽ നമ്മൾ എടുക്കുക ഇങ്ങനെയായിരിക്കും എടുക്കുക. ദിസ് ഈസ് വി സി. കട്ട് ഇൻ വോൾട്ടേജിന് ശേഷം മാത്രം ലാർജ് കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ടു ഫ്ലോ. ദിസ് ഇസ് സെക്കൻഡ് അപ്രോക്സിമേഷൻ. അപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കട്ട് ഇൻ വോൾട്ടേജ് പോലും ഇല്ല എന്നൊരു കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. ഐഡിയൽ കേസുകളാണ് ഈ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷനിൽ ഈവൻ ഒരു സ്മോൾ ഫോർവേഡ് ബയാസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ടു ഫ്ലോ. റിവേഴ്സ് ബയാസ് കൊടുത്തു കഴിഞ്ഞാൽ -V എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ്, കറണ്ട് ഫ്ലോ ചെയ്യില്ല. സെക്കൻഡ് അപ്രോക്സിമേഷനിൽ ദർ വിൽ ബി എ കട്ട് ഇൻ വോൾട്ടേജ്. ആഫ്റ്റർ ദി കട്ട് ഇൻ വോൾട്ടേജ് ദ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. Okay, this is the second approximation. And in the case of third approximation, there will be a switch, diode will be act as a switch, and there will be a cut in voltage VC, and there will be a small resistor R. Small resistor. So how it look like? Diagram look like. So this is cut in voltage. After the cut in voltage there will be a slope like this. So even in forward bias, after the cut in voltage the current start to flow. Cut in voltage in ശേഷം മാത്രമേ current start to flow ചെയ്യുള്ളൂ. And there will be a small resistance. Due to this resistance there will be a slope. Okay. This is the first and second and third approximation. Okay. അപ്പോൾ പ്രോബ്ലത്തിൽ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുമായിരിക്കും അപ്രോക്സിമേഷൻ എന്താണെന്ന്. ഓക്കെ. ഇനി നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഡയഗ്രാം വരച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ ഫോർവേഡ് ബയാസിലെ കാര്യം മാത്രമാണ് പറഞ്ഞുള്ളൂ. ഇനി റിവേഴ്സ് ബയാസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ല. അതോടുകൂടി പറഞ്ഞു കഴിഞ്ഞാലാണ് യൂണി ഡയറക്ഷണൽ കറണ്ട് മാത്രമാണ് അത് അലൗ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. So diode in reverse bias. So PN junction diode ഞാൻ വരയ്ക്കാം. PN. So we can have negative mobile ion with Hall.
positive immobile ion with electron. Okay. So this is the P and N junction. Here in P type we connecting the negative of the battery, and N type connecting positive of the battery. Initially there will be a depletion voltage, or a depletion region is there, and its strength is 0.7 for silicon type. Okay, then here I am applying negative, here I am applying positive due to this cell. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോൾ വിൽ ബി അട്രാക്റ്റഡ് ഡ്യൂ ടു ദിസ് നെഗറ്റീവ് ചാർജ്. ദിസ് ഹോൾ വിൽ ബി അട്രാക്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി റീച്ചസ് ടു ദി ടെർമിനൽ ഓഫ് ദി ഡയോഡിൻ്റെ ടെർമിനലിലേക്ക് റീച്ച് ചെയ്യും. ഈ പോസിറ്റീവ് ചാർജ് മൂലം ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും, move to the terminal of this. So what will happen after we applying this voltage? If we increase the voltage, what will happen? These holes are reaches to the near the junction, near the terminal, and these electrons are moved near this terminal. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെയേറെ കൂടും. സോ while we applying this voltage, the width of the depletion region കൂടും. കാരണം എന്താണ്? ഇവിടെ നിന്നൊക്കെ ചാർജസ് മൂവ് ചെയ്യും. അപ്പോൾ ചാർജസ് ഇല്ലാത്ത റീജിയനാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിലൂടെയുള്ള ചാർജിൻ്റെ മൂവ്മെൻറ്റ്, മെജോറിറ്റി ചാർജിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ ഡ്യൂ ടു ദിസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ദീസ് ഹോൾസ് ആർ അട്രാക്റ്റിംഗ് ടു ദി ടെർമിനൽ, എൻഡ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും. ഡ്യൂ ടു ദി പോസിറ്റീവ് ചാർജ്, ദിസ് ഇലക്ട്രോൺസ് ആർ മൂവ് ടു ദിസ് ടെർമിനൽ. സോ ഇവിടെ ഈ ഉള്ളിലൊരു വളരെ വലിയൊരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ബട്ട് ദർ വിൽ ബി നോ കറണ്ട് ഫ്ലോ ഡ്യൂ ടു ദിസ് മെജോറിറ്റി കാരിയേഴ്സ്. ഹൗഎവർ ദർ വിൽ ബി എ സ്മോൾ കറണ്ട് ഡ്യൂ ടു ദി മൈനോറിറ്റി കാരിയേഴ്സ്. ദ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള കാരിയേഴ്സ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സം ഓഫ് ദി ഇലക്ട്രോൺ കോവാലന്റ് ബോണ്ട് വിൽ ബ്രേക്ക്. സം ഓഫ് ദി കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺ ഹോൾ പെയറിന് ഇതിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻ റിവേഴ്സ് ബയാസിൽ -V -I there will be a small current will be start to flow. അത് ആ കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കറണ്ട് ആണ്. ആ കറണ്ടിനെയാണ് I0 അല്ലെങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ആ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിപ്പെൻഡൻ്റ് അല്ല. അതായത് എക്സ്റ്റേണൽ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എത്ര വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞാൽ ആ കറണ്ട് സെയിം ആയിരിക്കും. കാരണം എന്താ? അതിനകത്ത് കറണ്ട് ഫ്ലോ കൂടണമെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂടണം. അതായത് തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള കാരിയേഴ്സ് കൂടണം. അതായത് ഈ കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. വിൽ ബി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്, വിൽ ബി നോട്ട് എ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ്. ബട്ട് ഇൻ ഫോർവേഡ് കറണ്ടോ വോൾട്ടേജ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. വോൾട്ടേജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദർ വിൽ ബി കറണ്ട് വിൽ ബി ഷാർപ്പ് ടു ഇൻക്രീസ്. ബട്ട് ഇൻ റിവേഴ്സ് കറണ്ട് ദർ വിൽ ബി, ഇപ്പം നമ്മൾ ടെമ്പറേച്ചർ വളരെ കുറവുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ റിവേഴ്സ് ബയാസ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കറണ്ട് ആയിരിക്കും. ഇൻ നാനോ ആംബിയറിസിലോ പീക്കോ ആംബിയറിസിലൊക്കെ ആയിരിക്കും കറണ്ട് ഉണ്ടാവുള്ളൂ. അത്രയും സ്മോൾ ആയിട്ടുള്ള ഒരു കറണ്ട് ആയിരിക്കും അതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് നോർമൽ ഡയോഡിൻ്റെ കേസിൽ വളരെ കുറവാണ്. ഓക്കെ, അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റുമാണ്. അപ്പോൾ നമ്മളൊരു VI ക്യാരക്ടറിസ്റ്റിക്സ് കമ്പൈൻ ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടും. +V -V, this is reverse bias, this is forward bias, this is the current, forward current, and this is the reverse current. And this is the I0, reverse saturation current. This is the cut-in voltage. This is the VI characteristics of a normal rectifier diode or this normal semiconductor diode. Okay, അപ്പോൾ റിവേഴ്സ് ബയാസിൽ
there will be current, no current, reverse saturation current വളരെ കുറവാണെന്നുള്ള ഒരു കറണ്ട് ആണ് നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു. സോ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. അപ്പം ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനൊരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു സൈനസോയിഡൽ സിഗ്നൽ ഡയോഡിൽ consider I am applying a sinusoidal signal to a diode and I am taken output from here. The load resistor ആണെന്ന് വിചാരിക്കുക. ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇതിനെ ക്രോസ് ആയിട്ടാണെന്ന് വിചാരിക്കുക. I am taken V out from across the load resistor. In positive cycle, you will get positive and negative. So the diode will be in forward bias. It will be act as a closed switch. So there will be a current flow. So in output, I will get the positive cycle. In reverse bias, here it is minus, here it is positive. So the diode is an open circuit. Whenever the diode is in open circuit, there will be no current flow. So there will be no current flow in the negative cycle. And next positive cycle we will have the next cycle. So in the output we will get an output like this. When we apply a sinusoidal signal to the rectifier diode, it will be only allowed to flow unidirectional current flow. Only ഒരു ഡയറക്ഷനിലേക്ക് മാത്രം, ഈ ഡയറക്ഷനിലേക്ക് മാത്രമാണ്, ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മാത്രമാണ് കറണ്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. സോ ദിസ് ഡയോഡ് ക്യാൻ ബി യൂസ് ആസ് എ റെക്ടിഫയർ ആയിട്ട് നമ്മൾ ഈ ഡയോഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് വെച്ചിട്ട് പ്രോബ്ലം കൂടി ചോദിച്ചിട്ടുണ്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഗെറ്റ് ഡബിൾഡ് ഫോർ എവരി 10 ഡിഗ്രി റൈസിങ് ഓഫ് ടെമ്പറേച്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ. current get doubled for every 10 degree rising of temperature. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എവരി 10 ഡിഗ്രി റൈസിങ് ഓഫ് ടെമ്പറേച്ചറിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഗെറ്റ് ഡബിൾഡ് ആവും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺസിഡർ I have I0 1 നാനോ ആംപിയർ at 10 degree Celsius. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് 1 നാനോ ആംപിയർ ആണ് 10 ഡിഗ്രി സെൽഷ്യസിൽ. അറ്റ് 20 ഡിഗ്രിയിൽ I0 will be 2 നാനോ ആംപിയർ. At 30 degree, it will be 4 nano ampere. At 40 degree, it will be 8 nano ampere. It will be like this. Okay. So it is the meaning of at every 10 degree rise in temperature, it will be get doubled എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ it will be depending only on the temperature. It will not depending upon the external biasing voltage. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തൊട്ട് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ തിയറി ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എല്ലാ പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ.